ഹാപ്പി വാലന്റൈൻസ് ഡേ. കണ്ണടച്ച് നിൽക്ക. എന്റെ ഡ്രീം മൊമെന്റ് ആയിരുന്നു ആരെങ്കിലും എനിക്ക് ബൊക്കെ തരാന്നുള്ളത്. നമുക്ക് മൂന്നാമത്തെ സർപ്രൈസ്. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് സംഭവം എന്താ വെച്ചാൽ ആൾക്ക് ഒന്നും അറിയില്ല. ഞാനിവിടെ പിടിച്ചു വന്നിരുന്ന് ഇരുത്തിയതാണ്. ഇപ്പൊ ഒന്ന് എണീച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബാ ഇവിടെ വന്നിരിക്കി, എന്താ പറയാ, ഹാപ്പി വാലന്റൈൻസ് ഡേ. പയ്യ എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ചാല് ഇതിന്റെ മുന്നേ ഗിഫ്റ്റ് ഒന്നുമില്ല. ഈ വാലന്റൈൻസ് ഡേ ഞാൻ വെറൈറ്റി ആക്കി. എല്ലാ തവണയും ഒരു ഗിഫ്റ്റാണ് കൊടുക്കുക. ഈ തവണ ഇതുവരെ ചെയ്യാത്ത കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ സെറ്റാക്കിയത്. ചെറിയ ചെറിയ സർപ്രൈസ് ആണ്. അപ്പം ആദ്യത്തെ സർപ്രൈസ് ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ. ഇപ്പം രാവിലെ എല്ലാം കൂടി സെറ്റാക്കാൻ വേണ്ടി വന്നതാ. ബാബ ക്ഷീണം പിടിച്ചപ്പോൾ ഒന്ന് ഉറങ്ങാൻ കിടന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ എന്തായാലും ഉറങ്ങും. ആ ഒരു ഗ്യാപ്പിൽ വേണം എല്ലാം സെറ്റാക്കാൻ. 2-3 കാര്യങ്ങളാണ് സർപ്രൈസായിട്ട്. സർപ്രൈസ് എന്ന് വെച്ചാൽ ഗിഫ്റ്റല്ല. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഫോണിലതാ സൗണ്ട്. ഈ കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടി വാട്സാപ്പിൽ ഒരു ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 3 കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് സർപ്രൈസായിട്ട്. ഞാൻ ആദ്യം ഇതിൻ്റെ മുന്നേ ഒക്കെ കൊടുക്കൽ ഗിഫ്റ്റാണ്. എന്തെങ്കിലും ഐറ്റം, ഇപ്പോൾ എന്തെങ്കിലും റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. ഈ തവണ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇതുവരെ കൊടുക്കാത്തൊരു രീതിയിൽ വാലന്റൈൻസ് ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക. ഗിഫ്റ്റായിട്ടൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ എന്നുവെച്ചാൽ എഫേർട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അതിനുവേണ്ടി ആദ്യം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. കൊയിലാണ്ടിത്തന്നെ ഒരു ഷോപ്പിൽ. ആദ്യം ഫസ്റ്റ് ഡ്രസ്സ് എടുക്കണം. പിന്നെ ഒരു ആളിപ്പം ഒന്ന് വയറൊക്കെ വെച്ചതിനെ കൊണ്ട് സൈസ് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഏതായിരുന്നു സൈസ്, സ്മോൾ ആണോ മീഡിയം ആണോ എന്താ എടുക്കേണ്ടതെന്ന് ടെൻഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആദ്യം ഡ്രസ്സ് എടുക്കട്ടെ, എന്നിട്ട് ആദ്യം ഈ ഡ്രസ്സ് ആൾക്ക് കൊടുക്കട്ടെ. എന്നുവെച്ചാൽ ആളിപ്പോൾ ഉറങ്ങി നീച്ച് വന്നിട്ട് ആളെ കൊണ്ട് തന്നെ ഇൻട്രോ എടുപ്പിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ട് പറഞ്ഞിട്ട് ആൾക്ക് സർപ്രൈസായിട്ട് ഡ്രസ്സ് കൊടുക്കാം. ആദ്യം ഡ്രസ്സ് എടുക്കട്ടെ. എക്സലും ലാർജും ഉണ്ട്. ഞാൻ ലാർജ് എടുക്കുകയാണ്. എക്സൽ വേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത് ഗിഫ്റ്റല്ല, ഇത് ഇട്ടിട്ട് വാ. അത് ഇപ്പൊ പ്രഗ്നൻസി ചെയ്യാനെ കൊണ്ട് അതുപോലത്തെ ഡ്രസ്സാണ് വാങ്ങിയത്. ഞാൻ ആദ്യം വേറൊരു സാധനമായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ ടൈറ്റായ വിചാരിച്ചെങ്കിൽ പ്രഗ്നൻസിക്ക് പറ്റിയ ഒരു വാലന്റൈൻസ് ഡേ ഒരു സാധനമാണ്. എന്നുവെച്ചാൽ ഫ്ലവർ റെഡും വൈറ്റൊക്കെ ഉള്ള ഒരു. പിന്നെ ഇട്ടാ നല്ല ഭംഗിയുണ്ട്, അത് എനിക്കറിയാം. ആണോ? ഇഷ്ടമായോ? എന്നാൽ ഇട്ടിട്ട് സുന്ദരിയായിട്ട് വാ. അപ്പോൾ ബാബ പോയി ഡ്രസ്സ് ഇടാൻ പോയതാണ്. ആ സമയത്ത് ഞാൻ പോയി എൻ്റെ ടീഷർട്ടും ഒരു വൈറ്റ് പാൻറ്റും സെറ്റാക്കിയിട്ടുണ്ട്. അത് ഇട്ടിട്ട് ഞാനും ഒരുങ്ങി നിൽക്കട്ടെ. എന്നിട്ട് നമുക്ക് കൊടുക്കാം. നല്ല രസമുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ച് ചിലപ്പം ടൈറ്റ് ആയിരിക്കും, എന്നാലും ഫിറ്റിങ് കുഞ്ഞി വന്നതിനെ കൊണ്ട് എനിക്ക് സൈസിലൊരു പേടി ഉണ്ടായിരുന്നു സെലക്ട് ചെയ്യുമ്പോൾ. എക്സെല്ലാം ഞാൻ ആദ്യം എടുക്കാൻ പോയത്, പിന്നെ ലാർജ് ആക്കി. ലാർജ് ഓക്കെയാ. മീഡിയം എടുത്താലും ചിലപ്പോൾ ടൈറ്റ് ആയി പോകാനല്ലേ. അപ്പം ഇനി രണ്ടാമത്തെ ചെറിയ സർപ്രൈസ്. ഓക്കെ ആണോ? അങ്ങോട്ട് വാ. വാവല്ലേ ഇവിടെ നിന്നോ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോ. ഇനിയിപ്പോൾ ക്ഷീണം പിടിക്കണ്ട. ഇവിടെ ഇരുന്നോ കണ്ണടച്ചിട്ട്. അതാ ഞാൻ ഇരുന്നോന്ന് പറഞ്ഞു. കണ്ണടച്ചിട്ട് കുറേ നേരം നിന്നിട്ടുണ്ടെങ്കിൽ ക്ഷീണം പിടിക്കൂലേ. ഓക്കെ. റിമോട്ട് കൺട്രോൾ കാറാണ്. കണ്ണടച്ച് നിൽക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തത് ഒരു ബൊക്കെ ഫ്ലവർ. ഇതിന് മുന്നേ ആളെപ്പോഴോ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഫ്ലവർ ബൊക്കെ ആയിട്ടൊക്കെ തരണം, അത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ ചെന്നൈയിൽ എന്തോ ഒരു പ്രൊമോഷന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ബൊക്കെ കൊടുത്തു. ആൾക്കത് മനസ്സിലായില്ല. അത് നല്ലൊരു കോമഡി ആയിരുന്നു. അത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല, ഫീൽ ചെയ്യുമ്പോൾ. കാരണം ഞാനങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. പെട്ടെന്ന് കൊടുത്തപ്പോൾ ആൾ വിചാരിച്ചു വീഡിയോന് എന്താ സാധനം വിചാരിച്ചിട്ട് അറിഞ്ഞില്ല. അപ്പോൾ ഈ തവണ
നല്ല അടിപൊളിയായിട്ട് ഒരു ബൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കൊയിലാണ്ടി ഒന്നുമില്ല, കോഴിക്കോട് പോകണം അല്ലെങ്കിൽ പേരാമ്പ്ര പോകണം. ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, ആ ആളാണ് ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചത്. അപ്പം പെട്ടെന്ന് നമുക്ക് ആ ഒരു 18 കിലോമീറ്റർ പോകാണ്ട് പേരാമ്പ്ര അവിടെ പോയിട്ട് അത് കളക്ട് ചെയ്യണം. എന്നിട്ട് ഡ്രസ്സ് ഇട്ട് വന്നിട്ട് അതാൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കാം. ഒന്ന് കടയിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് ബൊക്കകളുണ്ട്. ഞാനിപ്പം വാട്സപ്പിൽ കണ്ടു. വേഗം കടയിൽ എത്തട്ടെ. ഫ്രഷ് റോസ് കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണ്, ഒറിജിനലാണ് റോസ്. ആളെ കണ്ണടച്ചിട്ട് ഇത് ബൊക്കെ ഇങ്ങനെ കൊടുക്കാം. ഇതാണ് എൻ്റെ പ്ലാന്. ഡ്രസ്സ് മാറ്റി വന്നതിന് ശേഷം ഇതിന് മുന്നേ ദിവസം ഞാൻ തന്നിനും. അതെ, അത് കോമഡി കഥയായിരുന്നു. എന്റെ ഡ്രീം മൊമെന്റ് ആയിരുന്നു ആരെങ്കിലും എനിക്ക് ബൊക്കെ തരാന്നുള്ളത്. പക്ഷെ മുന്നേ തന്നപ്പോ എനിക്ക് മനസ്സിലായില്ല ഇയാൾ വാങ്ങിക്കൊണ്ടെന്ന് ബൊക്കെ. ഞാൻ വിചാരിച്ച ആ ഫംഗ്ഷന് പോയപ്പോല്ലേ എന്തോ കിട്ടിയപ്പോ അത് വേസ്റ്റ് വന്നത് എടുത്തുകൊണ്ട് റെഡ് റോസ്. ഇനി നമുക്ക് മൂന്നാമത്തെ സർപ്രൈസ്. എല്ലാം ഒരു റെഡ് വാലന്റൈൻസ് ഡേ കൊണ്ട് ഞാൻ മാക്സിമം റെഡ് കുത്തി കയറ്റി. ഇനി എന്താ പറയാ, മൂന്നാമത്തെ സർപ്രൈസ്. അത് നമുക്ക് ഇവിടുന്ന് പോകണം. നമുക്ക് രണ്ടാക്കും ഇന്ന് പോയിട്ട് വരാം. ഓക്കെ, പോവല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ടാന്ന് ആള് ചിലപ്പം ഗസ് അടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ തോന്നുന്നു. ഇല്ല, ഞാൻ കൊറേ ആലോചിച്ചു. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം. നമ്മളിപ്പോ റിലേഷനിലായിട്ട് എത്ര കൊല്ലായി, ഇതുവരെ ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു പ്രൊമോഷൻ, വാലന്റൈൻസ് ഡേ പ്രൊമോഷൻ സ്ഥലം ഏകദേശം എത്താനായി. ഞാൻ അയാളോട് പറഞ്ഞപ്പോ ഇയാളെ കാണുന്ന നമ്മളിപ്പൊ അവിടെ എത്തും. കുറച്ച് മീറ്ററും കൂടിയേ ഉള്ളൂ. ഇവിടെ ഒരു സ്പെഷ്യൽ കള്ള് ഷാപ്പ് ഉണ്ട്. അടിച്ച് തീർത്തേണ്ട കുട്ടി ഉള്ളെന്ന് ഇങ്ങനെ ആടു. ചെറിയ ചെറിയ ഡൗട്ടുകളൊക്കെ വന്നു തുടങ്ങി. നാച്ചുറൽ സലൂൺ. ഗോകുലം മോളിലാണെങ്കിൽ എനിക്ക് ഹാംബീസ് ടോയ് വാങ്ങാലോ. അപ്പൊ ഗോകുലം മാളിൽ കൊണ്ടുപോയിട്ട് ഫ്ലാഷ് മോബ് എന്തെങ്കിലും കളിക്കാൻ പോവാണോ? ഞാനൊരു സൂപ്പർ ഡാൻസ് കളിക്കും. ഇംപ്രസ് ഗോകുലം മാളിൽ ബാറൊക്കെ ഉണ്ട്. BAR ബാർ. അതെന്തായിട്ട് എന്തിനാ? ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണോ? ഞാൻ തല ഇറങ്ങിയ വീടോ? ഇത് ഗോകുലമാളിലേക്കുള്ള തിരക്ക്. നമ്മള് മുന്നോട്ടാണെങ്കിൽ അപ്പുറത്ത് കൂടി പോണം. അപ്പൊ ഗോകുലമാളിലേക്ക് കണ്ടുപിടിക്കാനാണ് പരിപാടി. ഗോകുലമാളിലല്ലേ പോയിട്ടുള്ളൂ? ഹോട്ടലില് ഗോകുലം ഗ്രാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ചീറ്റ് ഡേ ആണോ? അപ്പൊ ചെറുതായിട്ട് നമ്മളൊരു ഔട്ട്ഫിറ്റ് ചേഞ്ച് നടത്തിയില്ലേ? അതെ, മുകളിൽ കയറിയിട്ട് ചുമ്മാ ഒന്ന് ഡ്രസ്സ് മാറ്റി. അപ്പം ആൾക്ക് കാര്യം എന്താന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുപോകണമെന്നായിരുന്നു വിചാരിച്ചത്. ആള് കാര്യം എന്താന്ന് അറിഞ്ഞു. നമുക്ക് നേരെ അങ്ങോട്ട് കയറാം. അപ്പൊ ഞാനും ഡ്രസ്സ് മാറ്റി. പക്ഷെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് അല്ലേ, കളർ ചേഞ്ച്. അപ്പൊ ഞാൻ കാറിൽ തന്നെ ഇരുന്നോണ്ട് നമുക്ക് കളർ കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും. മനസ്സിലായില്ല. പക്ഷെ മെയിൻ ആയിട്ട് മനീഷേട്ടന്റെ ഡ്രസ്സ് മാറ്റാനാണ് പോയത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. വിചാരിച്ചത് കുറച്ച് ലേറ്റ് ആയി പോയി. നേരെ പോവാം. അടിപൊളി. അവിടെ എത്തിയില്ല. നമ്മളിത് അവിടെ എത്തി. എവിടെയെങ്കിലും ഇത് വിചാരിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും. അപ്പൊ നമുക്ക് 7th ഫ്ലോറിലാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഡ്രസ്സിനെക്കാട്ടി ഈ 2 ഡ്രസ്സും കുറച്ചും കൂടി ഈ ഒരു വൈകുന്ന സാധനമാണ്. ചെയറൊക്കെ വലിച്ചിട്ട്
ഞാൻ എന്താ പറഞ്ഞറിയോ, ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് അല്ലത്. ഞാൻ ഗസ് അടിച്ചില്ലേ? ഞാൻ റാവിസിലാ കുറെ മുന്നേ പറഞ്ഞിരുന്നു നമുക്കൊരു പ്രാവശ്യം റാവിസിന് പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു സിമിലർ സിറ്റുവേഷനാണ് ഇങ്ങനെ ആലോചിച്ചിരുന്നു. ബട്ട് നൈസ്, പൂൾ സൈഡിൽ അല്ലേ, നല്ല സോങ് ഒക്കെ കേട്ടു. യാ എല്ലാ കാലം കിട്ടിയാൽ മതി. സാധാ ജ്യൂസല്ലേ ജ്യൂസ് അടിക്കുന്ന ആൾക്കാർ. എന്താ ഓർമ്മയായിരുന്ന സുട്ടന്? അവിടുന്ന് നേരെ ഇവളടുത്തേക്ക് വന്നിരുന്ന് അവിടുന്ന് എനിക്ക് വിറപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ ആളെടുത്ത് തന്നെ കസാല നീക്കിയിരുന്ന് ഫുഡ് നമ്മൾ ഇന്റർനാഷണൽ ഒന്നും നോക്കണം, ഇന്റർനാഷണൽ. കാരണം എപ്പോഴും നമുക്ക് ടേസ്റ്റ് ഇഷ്ടാവോന്ന് പോലും അറിയില്ല, പക്ഷെ എന്നാലും വന്നല്ലേ ഒരു വെറൈറ്റി, നമുക്ക് പുറത്ത് പോയി കഴിക്കാം. ആക്കെ സത്യം എല്ലാം നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചോദിക്കാം. ഇപ്പം എന്തായാലും നമ്മൾ ഇത് എൻജോയ് ചെയ്യട്ടെ. പുതിയ ഒരുപാട് ഡിഷസ് ട്രൈ ചെയ്തു. ആ മൊമെൻറ്റ്സൊക്കെ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. എന്താ പറയുക, ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. ആദ്യത്തെ ഡിഷ് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ചീസ് എനിക്കിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് പറ്റുന്നില്ല, പക്ഷെ അതിൻ്റെ എന്തായിരുന്നു പനീറല്ല, ചിക്കൻ ബട്ടർ പോലത്തെ എന്തോ ഒരു കാര്യം ഞാൻ തോന്നുന്നുണ്ട്, പക്ഷെ കാണാൻ പനീറിൻ്റെ ഷേപ്പിലായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട്. ഇത് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ലൈഫിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് നമ്മൾ എൻജോയ് ചെയ്തു. ഇയാൾ മറ്റേ ആളാ, മറ്റേ കാൻഡിൽ ലൈറ്റ് ഡിന്നർ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ ക്യാൻഡിൽ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ലൈഫിൽ. ഇതൊക്കെ നമ്മളൊരു ഡ്രീം ആയിരുന്നു, നമുക്കിങ്ങനെ പോകണം എന്നൊക്കെ. നമ്മളെപ്പോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വന്നതുകൊണ്ട് നമ്മൾ കുറേ കാലം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പം രണ്ടാമത്തെ കുഞ്ഞ് വരുമ്പോഴാണ് നമ്മളൊരു ഡിന്നർ ഡേറ്റ് വെച്ചല്ലേ പോകുന്നത്. പണ്ടൊരിക്കൽ നമ്മള് ബാർബിക്യൂ നേഷനിൽ പോയിരുന്നു, പക്ഷെ അത് ഇതുപോലെയല്ല. വയറ് കാലിയാക്കിയിട്ട് അവിടെ വെച്ച ഭക്ഷണം അൺലിമിറ്റഡ് ആണ്. അപ്പം മൊത്തം ഒരു യുദ്ധമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞ ഒരു ഡിന്നർ ഡേറ്റ് കാൻഡിൽ ലൈറ്റ് ഇപ്പാണ്, അന്ന് ആസ്വദിക്കട്ടെ. അപ്പം നമ്മളിതാ അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് താഴെ ലോബിയിൽ വന്നാണ് കാറിന് വേണ്ടി സ്പെഷ്യൽ കേക്കൊക്കെ ഇതാ നമുക്കത് സ്പെഷ്യൽ വാലന്റൈൻസ് കേക്ക് തന്നിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഇപ്പം കഴിക്കുന്നില്ല, വീട്ടിൽ ബബ്ലൂസിന് കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മള് എന്തായാലും ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകണം തന്നെ വിചാരിച്ചേ. പിന്നെ കേക്ക് കിട്ടിയപ്പോൾ വാലന്റൈൻസ് കേക്ക് തന്നെ കൊടുക്കാം. ഇനി നമുക്ക് ചോദിക്കാം, സർപ്രൈസ് കൊടുത്ത ആളോട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ലൈക്ക് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ കിട്ടുന്നില്ല. പിന്നെ എനിക്ക് ഏകദേശം ഇത് എത്തിയപ്പോഴും പിന്നെ ആള് പറഞ്ഞു ഇതുവരെ ചെയ്യാത്തൊരു കാര്യമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനത് പ്രത്യേകം പറഞ്ഞിരുന്നു ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം എങ്ങനെയാണ് ഇയാള് കുറേ ഞാൻ വട്ടം തിരിച്ചു. ഞാൻ വരുമ്പം പറഞ്ഞു നമുക്ക് ഭക്ഷണം ഇപ്പോൾ ഇവിടുന്ന് കഴിക്കുക, പാരഗണനാക്കിയാലോ എന്നൊക്കെ, അതൊക്കെ ഒന്ന് തിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ അപ്പം എനിക്ക് ഏകദേശം ടൗണിലേക്ക് എത്തിയപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞപ്പോഴും ഇതാന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കിട്ടിയപ്പോൾ അത് ഭയങ്കര സർപ്രൈസ് ആയി. എനിക്ക് ഇയാൾക്കിത് വർക്കായെന്ന് തോന്നുന്നത്. നടുവിലായപ്പം
ഇയാള് പറഞ്ഞു ഇയാളെ കണ്ണ് നിറഞ്ഞു. അപ്പൊ കാറ് വന്നിട്ടുണ്ട്, അവിടെ കാറിൽ കേറിയിട്ട് ബാക്കി പറയാം. അപ്പൊ നമ്മള് പുറത്ത് കാറിലേക്ക് വന്നിട്ടാ ബാക്കി അപ്പൊ ഒരു സംഭവം നടന്നു. അവിടെ ഉള്ള അല്ലേ, അവിടെ കുറച്ച് രണ്ട് കപ്പിൾസ് ഉണ്ടായിരുന്നു. അവര് 30 years ആയി ടുഗദർ ആയിട്ട്, ലൈക്ക് കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചു നിങ്ങൾ കപ്പിൾസ് ആണോന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു യു ബോത്ത് ലുക്ക് സോ ഗുഡ് ടുഗദർ എന്നൊക്കെ പറഞ്ഞു. അയ്യോ സന്തോഷമായി. അങ്ങനെ ഒരു കോംപ്ലിമെന്റ് ഒക്കെ കിട്ടിയ അവിടെ കാറിൽ നേരെ പുറത്തേക്ക് ഇപ്പൊ വന്നാണ്. അല്ല ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ പകുതി ആയപ്പോ ആളെ കണ്ണ് നിറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം ഇഷ്ടമായിട്ടുണ്ട്. സംഭവം ഏറ്റവും സത്യം. കാരണം ഇതൊക്കെ നമ്മൾ ഡ്രീമിൽ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക എപ്പോഴെങ്കിലൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള നമ്മുടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഡേറ്റ്, പൂൾ സൈഡ് എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ഡ്രീമിലൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ മറ്റേ ഇത് കിട്ടുമല്ലേ നമ്മുടെ ബ്രോഷേഴ്സൊക്കെ കിട്ടുമ്പോൾ, ഇതിൻ്റെയൊക്കെ ബ്രോഷേഴ്സൊക്കെ കിട്ടുമ്പോൾ നമ്മളിതങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, അതെ കാണുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുമോ എപ്പോഴെങ്കിലും അത് ചെയ്യണം എന്ന്. പക്ഷെ അത് ശരിക്കും കൺമുന്നിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നടന്നപ്പോൾ ഞാനിങ്ങനെ അയ്യോ ഭയങ്കര ഹാപ്പി തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് കരച്ചിൽ വരുമായിരുന്നു അവിടുന്ന്. പ്രഗ്നൻസി ഹോർമോൺസിൻ്റെയും കൂടി ആയിരിക്കും, എന്നാലും എനിക്ക് ഭയങ്കര കരച്ചിൽ വരുമായിരുന്നു. കണ്ണ് നിറഞ്ഞു. ഞാൻ കണ്ടില്ല, ആ ക്ലിപ്പ് എനിക്ക് കണ്ണ് നിറഞ്ഞു ഞാൻ കണ്ടിരുന്നു. ഭയങ്കര ഹാപ്പി. പിന്നെ ബൊക്കെ കിട്ടി. എൻ്റെ വേറൊരു ഡ്രീം മൊമെൻ്റ് ആയിരുന്നു എനിക്കൊരു ബൊക്കെ കിട്ടുക എന്നുള്ളത്. അത് കിട്ടി. ടോട്ടലി ഒരു അടിപൊളി വാലന്റൈൻസ് ഡേ, തീരെ മറക്കാൻ പറ്റൂല. ഇനി നമ്മൾ നേരെ വീട് പിടിക്കുന്നു. ബാബുഷിന് കേക്ക് കൊടുക്കുന്നു. ആളെ ഉറങ്ങാണ്ട് കാത്തിക്കാൻ എപ്പിട്ടി വേഗം വാ. 20 മിനിറ്റും കൂടി ഉള്ള വീട്ടിലേക്ക് പോട്ടെ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. എല്ലാവരും ഹാപ്പി ആയിരിക്കാം.